വൻ ക്രിമിനൽ ഭീകര ബന്ധമുള്ള സംഘം പിടിയിൽ. ISI പിന്തുണയുള്ള ഷെഹ്സാദി ഭട്ടി സംഘത്തിലെ 200-ലേറെ പേരെയാണ് പിടികൂടിയത്. 14 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അറസ്റ്റെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. അറസ്റ്റിലായവരിൽ കേരളത്തിൽ നിന്ന് 2 പേരും ഉൾപ്പെടുന്നു. ഭീകരരിൽ നിന്നും ആയുധങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുത്തു. നന്ദഗോപനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. നന്ദഗോപൻ, എന്തായാലും 200-ലധികം പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ശക്തമായ ഒരു ഭീകരവേട്ട തന്നെയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം കേരളത്തിൽ നിന്ന് 2 പേരും ഉൾപ്പെടുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. മറ്റെന്തൊക്കെയാണ് പ്രധാന വിശദാംശങ്ങൾ? ഹരിശ്രീ, രാജ്യ തലസ്ഥാനത്തടക്കം വലിയ സ്ഫോടന പരമ്പരകൾ നടത്തുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. അതായത് സ്വാതന്ത്ര്യ ദിനം അലങ്കോലപ്പെടുത്തുക, രാജ്യത്തുടനീളം സ്ഫോടന പരമ്പരകൾ ആണ് ഇവർ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഷെഹ്സാദ് ഭട്ടി ഭീകര ശൃംഖല ഇതിൽ പ്രവർത്തിച്ചത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിൻ്റെ 14 സംസ്ഥാനങ്ങളിൽ നടത്തിയ ഒരേ സമയം തന്നെ പരിശോധന നടത്തി. അങ്ങനെ 200-ലധികം ഭീകരരെ, ഈ ഷെഹ്സാദ് ഭട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആ ശൃംഖലയുമായി ബന്ധമുള്ള 200-ലധികം ഭീകരരെ കേന്ദ്ര ഏജൻസികൾ വലയിലാക്കുന്നത്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയത് ഡൽഹി അടക്കമുള്ള, മുംബൈ അടക്കമുള്ള തന്ത്രപ്രധാന മേഖലകളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തുകയായിരുന്നു ഈ സ്വാതന്ത്ര്യ ദിനത്തോട് ഇവർ പദ്ധതിയിട്ടിരുന്നത്. അതിന് പിന്തുണ നൽകിയത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് വിവിധ ഏജൻസികൾ കടന്നിരിക്കുകയാണ്. 2 പേരെ കേരളത്തിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഗ്രനേഡുകളും ബോംബുകളും അടങ്ങുന്ന ആയുധങ്ങളും വിവിധ ഏജൻസികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ആരിഷ്.